ട്രാവൽ ഫുഡി ടോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കോട്ടയം സ്റ്റൈൽ മീൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുവിധം അച്ചായന്മാരുടെ വീടുകളിൽ ക്രിസ്മസിൻ്റെ രാവിലെ അപ്പത്തിൻ്റെ കൂടെ ഫിഷ് മോളി അല്ലെങ്കിൽ ഫിഷ് മപ്പാസ് എന്തായാലും ഉണ്ടാവും. മീൻ മപ്പാസിന് ഏറ്റവും നല്ലത് വെള്ള ഫ്ലഷുള്ള മീനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവോലി ഇല്ലാത്തവർ കരിമീനിലോ അല്ലെങ്കിൽ ഫിലോപ്പിയിലോ ഒന്നും ഇട്ട് കിട്ടിയില്ലെങ്കിൽ അയില വരെ നമുക്ക് ഈ റെസിപ്പി ചെയ്ത് നോക്കാവുന്നതാണ്. വരഞ്ഞു വെച്ച മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മീൻ വെച്ചു കൊടുത്ത് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടാൻ മറക്കരുത്. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ മീൻ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. വറുത്ത മസാലക്കൂട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലയും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം വാടി ഈ പരുവാകുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കണം. മറ്റെല്ലാ മീൻകറികളിൽ നിന്നും മപ്പാസിനെ വ്യത്യസ്തനാക്കുന്നത് അതിലുപയോഗിക്കുന്ന മസാലയാണ്. മുളക് പൊടിക്ക് പകരം പച്ചമുളകും കുരുമുളക് പൊടിയാണ് എരിവിനായി ചേർക്കുന്നത്. മസാലയെല്ലാം മൂത്ത ശേഷം അതിലേക്ക് ചെറുതായ തക്കാളിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ 2ാം പാലും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. തേങ്ങാപ്പാൽ തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമുക്ക് മീൻ വെച്ചു കൊടുക്കണം. ഇനി ആ ഉരുളി അടച്ച് 2 മിനിറ്റ് ചെറു തീയിൽ കുക്ക് ചെയ്യണം. രണ്ട് മിനിറ്റ് അടപ്പ് മാറ്റി അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിക്കണം. എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം ചേർക്കണം, കൊടുംപുളിയുടെ വെള്ളം. എന്നിട്ട് അതിനൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർക്കണം. അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കശുവണ്ടിയുടെ പേസ്റ്റും വട്ടത്തിലെറിഞ്ഞ തക്കാളിയും കുറച്ച് കരിവേപ്പിലയും കൂടി വെച്ച് തീ ഓഫ് ചെയ്ത് ഉരുളി അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ സിമ്പിൾ വെറൈറ്റി ഫുഡ് വീഡിയോ കാണുവാനായി എൻ്റെ ചാനൽ ട്രാവൽ ഫുഡി ടോം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട്. ബൈ ഫ്രം ട്രാവൽ ഫുഡി ടോം.